ഹലോ എവരിവൺ. അപ്പൊ ഞങ്ങള് വീണ്ടും അടുത്ത ഗാർഡൻ വീഡിയോ ആയിട്ട് വന്നിരിക്കട്ടാ. വേറൊരു പരിപാടിയില്ലെന്ന്. അപ്പൊ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഗാർഡൻ ഫിലിം ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം ചെറിയ ഹോൾസ് ഒക്കെ കൊടുത്തിട്ട് ഈ ബീൻസിന്റെ തൈ ആദ്യമായിട്ട് നടാൻ പോണം. നിങ്ങൾ കണ്ടോ ബീൻസിന്റെ തൈ അങ്ങ് വളർന്ന് വലുതായി പോയി, ഇത്ര നീളത്തിലായി പോയി. ഒരു നല്ല കാര്യമാണ്, കാരണം അത്ര പിടിച്ച കാരണം എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് നമുക്ക് വച്ച് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് മറ്റേ ബാംബൂ സ്റ്റേക്സ് വെച്ചിട്ട് നമുക്ക് ടൈ ചെയ്തിട്ട് റോപ്പ് ഇട്ട് മുകളിലേക്ക് ഇതിലേക്ക് കൊടുക്കാം, ട്രെയിലസിലേക്ക് കൊടുക്കാം. പക്ഷെ ഇതിലൊരു കാര്യം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞിരിക്കില്ല, സൂക്ഷിച്ചെടുക്കണം, കാരണം അതിന്റെ തണ്ടെല്ലാം കൂടി കുഴഞ്ഞ് അങ്ങനെ ഇതായിട്ടിരിക്കുക. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഇത് ചെയ്തേക്കുന്ന കണ്ടിട്ടുണ്ടോ, ഫിലിം ഇട്ടേക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ അതിനകത്ത് ബേസിക്കലി ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഒരു ചെറിയ ചെറിയ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കത്രി വെച്ച് കട്ട് ചെയ്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് റൗണ്ട് ടൈപ്പിൽ ഹോൾ വെച്ച് കൊടുക്കാൻ പോകുന്നു. വെച്ച് കൊടുക്കുന്ന കൂടെ തന്നെ നമ്മൾ ആ ബാംബൂ സ്റ്റേക്സ് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ വെച്ചിട്ട് നേരെ വെച്ച് കെട്ടി കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കുമ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇത് കേട്ടോ, ഇതാണ് എല്ലാം കൂടെ കൂടി ഇത്ര വളർന്നു പോയത്. നമുക്ക് സമയം കിട്ടിയില്ല ഇതൊന്ന് ചെയ്ത് വെക്കാൻ വേണ്ടി. ഗ്യാരേജിലിരുന്ന് സീലിട്ടത് മൊത്തം കിളുത്ത് ഇത്ര പരിവായി. ഇതിന്റെ നമ്മൾ താമസിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. തുടങ്ങാനില്ല. എവിടെന്നാ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം മെയിൻലി നമ്മുടെ ബീൻസ് ഈ ഭാഗത്ത് കിടക്കുന്ന നമ്മള് അതിനാന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ മൂലക്ക് ഇത്രയും സ്ഥലത്ത് പാവല് ചെറിയൊരു സ്പേസ് വേണം. പിന്നെ വീണ്ടും ഇവിടെ ആയിട്ട് നമ്മൾ പിടിപ്പയർ വെക്കാം. പിടിപ്പയർ വെച്ചിട്ട് ചെറിയൊരു സ്പേസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീൻസ് ഈ സ്ഥലത്തായിട്ട് ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് മിച്ചം വരുന്ന സ്ഥലത്ത് കുക്കുംബർ ഞാൻ ഒരു ഹോള് തുളച്ച് പോട്ടെങ്കിലേ ഹോള് തുളച്ച് പോയിക്കോ. എന്നിട്ട് നിനക്ക് മടക്കുമ്പോ എന്റെ അടുത്ത് പറ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, നീ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നീ വീണ്ടും തന്നെ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത് ബീൻസിന് വേണ്ടിയാണല്ലേ? ആ സാധനം ബീൻസ് ആണോ? ബീൻസാ. ഇത് നമ്മൾ ഒരു റോയും കൂടെ ഉണ്ടാക്കുക. അപ്പൊ ഈ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടും, ഇപ്പുറത്തെ സൈഡിൽ നിന്നും നമുക്ക് എടുക്കാം. മനസ്സിലായോ? പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ സ്പേസ് വിടുന്നില്ല, ചെറിയ ഒരു അകലം വെച്ചിട്ട് രണ്ട് റോ ഒരുമിച്ച്. മനസ്സിലായി. ഇത് ചെയ്തിട്ടും കള വരുവാണെങ്കിൽ ഞങ്ങള് അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും ഞങ്ങള് ഓരോ സമയത്ത് ഓരോ സാധനങ്ങൾ ഓരോ ഐഡിയ ഓരോ വർഷവും ഓരോരോ ബുദ്ധിപരമായ മണ്ടത്തരങ്ങൾ. അടുത്ത പ്രാവശ്യം മനസ്സിലാവും അത് മണ്ടത്തരമായിരുന്നു, അപ്പോൾ നെക്സ്റ്റ് ടൈം അത് ചെയ്യരുത്. അപ്പം ഇത് പരീക്ഷിച്ച് നോക്കാം. എനിക്ക് ഫെയിലാൻ സാധ്യല്ല, കാരണം ഫെയിലറി നല്ല പഠിക്കുന്നത് നമ്മള്. അപ്പൊ നമുക്ക് നോക്കാം ഫെയിൽ ആകുമോ സക്സസ് ആകുമോ ഉണ്ടാവുന്നു. അൾട്ടിമേറ്റ്ലി സാധനം ഒന്ന് പിടിച്ചു കിട്ടിയാൽ മതി. നമ്മുടെ ബാംബൂ സ്റ്റിക്സും പിന്നെ കെട്ടാനുള്ള കയറും ഇപ്പൊ നമ്മള് കാരണം അത്ര നീളം വെച്ചിരിക്കുന്ന പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് വെച്ച് ബാംബൂ സ്റ്റിക്ക് അപ്പൊ തന്നെ അതിനകത്ത് വെച്ച് കെട്ടി ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്, അപ്പൊ തുടങ്ങിക്കോ. ഇവിടെ വെച്ച് തുടങ്ങാം കേട്ടോ. ഞാൻ ആദ്യം അങ്ങ് തുടങ്ങട്ടെ. ഐശ്വര്യമായിട്ട് ഒരു കുരിശൊക്കെ വരച്ചു പ്രാർത്ഥിച്ചിട്ട് ചെയ്തു. ദിവനെ കൊണ്ട് ചെയ്യിക്കുന്നു, പക്ഷെ ഭയങ്കര കാറ്റാ, അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് ചെയ്യിക്കാൻ വിചാരിച്ചായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷെ നല്ല കാറ്റാണ് പുറത്ത്, നമുക്ക് ഉണ്ടാവുമ്പോ പിള്ളേരെ കൊണ്ട് വിളവെടുപ്പിക്കാം. ഞാനൊരു തുളച്ചു വെച്ചിട്ടുണ്ട്. ഈശ്വരാ, നല്ലോണം കായ്ച്ചു ആയോ. കൊറേ ബീൻസ് തരണേ. ഇവിടുന്ന് എനിക്ക് ഇവിടുന്ന് കൈ തൊട്ടിട്ട് അതിനെ നേരെ വെച്ച് അതിന്റെ ഞാനൊരു കുഴി ചെറുതായിട്ട് കുഴിച്ചെങ്കിലും ഉണ്ടല്ലോ, നല്ലോണം പിടിച്ച് വെക്കണേ. നമുക്ക് അതിന്റെ അടിയിൽ നിന്ന് ഒന്ന് പിടിച്ച് വെക്കണം. എനിക്കൊരു സ്റ്റിക്ക് കൂടെ എടുത്തു തരുമോ? ബീൻസ് സാധാരണ നമ്മൾ സാധാരണ തോരൻ വെക്കാനല്ല യൂസ് ചെയ്യുന്നത് ബീൻസ്. തോരൻ മാത്രമല്ല, നമ്മള് ഫ്രൈഡ് റൈസിനകത്തൊക്കെ ഇട്ടല്ലേ. പിന്നെ മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയായിരുന്നു അമ്മച്ചി. പിന്നെ നമ്മള് അവിയൽ ഉണ്ടാക്കുമ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിനകത്ത് ഇടാനുള്ളതല്ലേ. ബീൻസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യമേ ഓടിയെത്തുന്നത് തോരനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ബീൻസ് തോരൻ. നമ്മൾ ഈ ഈറ്റക്കമ്പ് ഇവിടുന്ന് മുകളിലേക്ക് കയറ്റി വിടുന്നില്ല, അവിടെ വെച്ച് കട്ട് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ആകുന്നതിന് പകരം ബീൻസ് അതിന്റെ മുകളിലേക്ക് പിടിച്ച് കയറാൻ നോക്കും. പിന്നെ നമ്മൾ പിടിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാന്നുള്ള രീതിയിലിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇട്ടപ്പോ ഉണ്ടല്ലോ,
ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന അതേലും ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ 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 കയറി ഇങ്ങനെ എന്തോ എയറിൽ നിൽപ്പുണ്ടായിരുന്നു. കുറേ എണ്ണങ്ങള് അതേലോട്ട് കയറി ഇട്ടിട്ട് ഇങ്ങനെ എയറിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരുമിച്ച് കുറെ എണ്ണം ഇങ്ങനെ ഒരു കമ്പയിൽ ചുറ്റി കടന്നപ്പോ ഉണ്ടല്ലോ, അത് അതിനകത്ത് ഉണ്ടാവുന്ന കായൊന്നും വലുതാവുന്നില്ല, വെറുതെ പോവായിരുന്നു. അവിടെ 2 റോ അല്ലേ വരുന്നത്? 2 റോ. ഇപ്പൊ കണ്ടില്ല, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ ഇവിടെ ഒരു റോ 2 ബീൻസ്, അതിന് നടുക്ക് നടക്കാനുള്ള കുറച്ച് ഗ്യാപ്പ്, അതിൻ്റെ അപ്പുറത്ത് വീണ്ടും നമ്മൾ രണ്ടാമത്തെ 2 റോയും കൂടെ വെക്കണം. അവിടെ ബീൻസ് ഇടാൻ പോകും. ബീൻസ് കുറേ നമുക്ക് സീഡ്ലിംഗ് ഉള്ളതുകൊണ്ട് അത് ചെയ്യുക. ഞാനപ്പോൾ ഈ ഗാർഡൻ ബോക്സ് ഒന്ന് മണ്ണ് ഫില്ലപ്പ് ചെയ്യാൻ പോവാം. അപ്പം നമുക്ക് ഇതിൻ്റെ പരിപാടി കഴിയുമ്പോൾ നേരെ ബാക്കിയുള്ള തൈകളെല്ലാം ഇവിടെ നട്ടു തുടങ്ങാം. അപ്പം നമുക്ക് തുടങ്ങാം. ഇവിടുത്തെ ഈ സൈഡ് മുഴുവൻ ഇപ്പം ബീൻസ് നട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെ സൈഡിൽ പിടിപ്പയർ നടണം. അപ്പം അത് ചെയ്യാൻ വേണ്ടി പോവാം. എന്നിപ്പോൾ ഇവിടെ മണ്ണിറക്കി കൊടുക്കാം. നമ്മൾ ഇത്തവണ സ്നെയിലിനെ ഒന്നും കണ്ടില്ലല്ലോ. സ്നെയില് നമ്മളെ കാണാണ്ട് മുങ്ങിളാക്കും ആശാന്മാര്. നമ്മളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അറിയാം. നമ്മുടെ മുമ്പിൽ വന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാർഡൻ ബോക്സ് കൂടെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ റേക്ക് വെച്ചൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇവിടെ അത്യാവശ്യം നല്ലോണം മണ്ണ് കുറവായി ഈ സ്ഥലത്ത്. ഇവിടെ ഞാൻ പിടിപ്പയറാണ് നടുന്നത് കേട്ടോ. പിടിപ്പയറിന്റെ ചെറിയ തൈകള് നമ്മൾ ഗ്ലാസ്സിൽ വളർത്തി വെച്ചിട്ടില്ലായിരുന്നു. അപ്പം അതാണ് ഇത് നട്ടു കൊടുക്കുന്നത്. ഞാൻ ആ ഫുള്ള് മണ്ണങ്ങ് മാറ്റി ഇങ്ങനെ അതിൻ്റെ അടിയിൽ നിന്ന് അതിൻ്റെ വേരോടെ അങ്ങ് എടുത്തിട്ട് ഇങ്ങനെ വേരോടെ ഒക്കെ ഉണ്ടോ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ട് കുഴിച്ചു വെക്കാൻ പോവാ. ഈ ഗാർഡൻ ബോക്സും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാവേ. മണ്ണ് ഇത് ഒട്ടുമില്ല, ഒരു ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ ഡീപ്പായിട്ട് കിടക്കുക. അപ്പോൾ അതൊന്ന് ചിലപ്പോൾ 2 ബോക്സ് വേണ്ടി വരുമായിരിക്കും. അപ്പം അതും കൂടെ നമുക്കിന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ ബോക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ട്രോളയും കൂടെ ഇട്ട് കൊടുക്കാം. മിക്കവാറും അതുകൊണ്ടൊരു ഏകദേശം സെറ്റാവും. പിന്നെ ഇവിടെ ചെറിയ സ്മോൾ ബോക്സസ് ആണ്, പിന്നെ അത് കുഴപ്പമില്ല. ഇത് ഗാർഡൻ മിക്സ് ആണേ. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഷവലിലെടുത്ത് ചെയ്യുന്നുള്ളൂ. കാരണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. മറ്റേത് ഉണ്ടേ, ഫെർട്ടിലൈസർ ഉണ്ടേ. ഫെർട്ടിലൈസർ ഇടണം. ഇതൊന്ന് ഇളക്കിയിട്ട് വേണം ഞാൻ മുണ്ടിട്ട്. തക്കാളി ഇടാൻ നമ്മൾ ഇച്ചിരി സ്പേസ് വെച്ച് നടണം. കാരണം തക്കാളി ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ എന്താ പറയാ വേലകൾ അങ്ങ് വലുതായിട്ട് വരും. അപ്പൊ ഒരു ഇച്ചിരി സ്പേസ് കൊടുത്ത് നമ്മൾ നടുവാണെങ്കിൽ അതായത് താഴെ വരുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ എന്താ പറയണ ക്യാബേജിന്റെയും കോളിഫ്ലവറിന്റെ ഒക്കെ ഇലകൾ നമ്മൾ മാറ്റി മാറ്റി കൊടുത്തില്ലേ, അത് കണക്ക് നമ്മൾ ഈ താഴെയുള്ള ഇലകള് എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി, അതായത് കണ്ടിച്ച് കളഞ്ഞാലേ ആ കായ്കൾക്കൊക്കെ നല്ല വലിപ്പം ഉണ്ടാകത്തുള്ളൂ. നമുക്കിവിടെ ഇതിനകത്ത് ഗാർഡൻ ബോക്സിൽ വെണ്ടയ്ക്ക ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഈ സാധനം കൊണ്ട് ഗാർഡൻ മിക്സ് അങ്ങോട്ട് തട്ടിയും കൊടുത്തേക്കാം. ഇതിനകത്തേക്ക്
ഫെർട്ടിലൈസർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക നടാൻ ഭാഗമായി. ഇപ്പം കുറച്ച് വെണ്ടത്തൈകൾ കേട്ടോ നമ്മുടെ ഇരുന്നത് ഞാനെടുത്ത് ഇവിടെ നടാൻ വേണ്ടി പോവാം. ഒരു 2 റോ ആയിട്ട് നട്ടു കൊടുക്കുവാണേ. വെണ്ട പിടിച്ചു വരണമെങ്കിൽ നല്ല പാടാ. പിന്നെ നോക്കട്ടെ പറ്റുമെന്ന്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ വെണ്ടയുടെ ഇതിരിപ്പുണ്ട്, കുരു ഇരിപ്പുണ്ട്. ആക്ച്വലി വെണ്ട വെച്ചത് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഒന്നും കിളുത്തില്ല. ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിലും വെണ്ട കിളുക്കാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഇതിലും നമ്മളിപ്പോൾ ഇവിടെ വെക്കുന്നത് തന്നെ ഫുള്ള് വരണമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെണ്ടയുടെ കുരു വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. അഥവാ ഇത് പിടിച്ചില്ലെങ്കിൽ എനിക്ക് അടുത്തത് വീണ്ടും വെക്കാനുള്ള പരിപാടി. അപ്പം നമ്മുടെ വെണ്ടത്തൈകൾ ഞാൻ നട്ടു കഴിഞ്ഞു. അപ്പം നമ്മുടെ ടൊമാറ്റോയും വെണ്ടയും നട്ടു. ഇനിയും ക്യാപ്സിക്കം, കുക്കുംബർ, പാവയ്ക്ക അതൊക്കെ ഇനി നടാൻ കിടക്കുക. തീരെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നടാന്നാണ് ഇത്തോടത്തെ പ്ലാനിങ്. നോക്കട്ടെ, ഇവിടെ ഈവൻ സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പം ഈ വെണ്ടയുടെ ഒക്കെ താഴെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് വെച്ച് കൊടുത്താൽ അവിടെ നിന്ന് നല്ലവണ്ണം കിളുത്തോളുമല്ല. അപ്പം ആദ്യം അതൊന്ന് വളർന്ന് വരട്ടെ. അപ്പം അപ്പുറത്തെ സൈഡിലും ഞാനത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിടണം. പിന്നെ വളർന്ന് നിൽക്കുക നമ്മുടെ മത്തങ്ങയ്ക്ക് നമ്മളുടെ ആ ഓറഞ്ച് ട്രീയുടെ ഒക്കെ അവിടെ ആയിട്ട് ചെറിയൊരു ഗാർഡൻ ബെഡ്. അപ്പോൾ ആ ഗാർഡൻ ബെഡ് അവിടെ വെച്ചിട്ട് അതിൽ മണ്ണും ഗാർഡൻ മിക്സും ഒക്കെ നിറച്ചിട്ട് വേണം മത്തങ്ങയുടെ ഇത് നടാൻ വേണ്ടിയിട്ട്. അപ്പം അത് വേറൊരു പണിയാണ്. എനിവേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഞങ്ങൾ ഓൾമോസ്റ്റ് ചെയ്ത് തീർന്നു. ഇനിയിപ്പോൾ ആ മണ്ണും കൂടെ നിറച്ച് കഴിഞ്ഞിട്ട് നാളെ ഞങ്ങൾ അപ്പുറത്തെ സൈഡ് പിടിക്കും. അപ്പുറത്തെ സൈഡ് ചെയ്ത് തീർക്കണം. അതുകൊണ്ട് കുക്കുംബറും നടാൻ കിടപ്പുണ്ട്. പാവയ്ക്ക വളർന്നിട്ടില്ല, അതുകൊണ്ടാണ് പാവയ്ക്ക നടാഞ്ഞത്. അപ്പോൾ പാവയ്ക്കയും കൊണ്ട് നടാനുണ്ട്, കുക്കുംബറും നടാനുണ്ട്, പിന്നെ തണ്ണിമത്തങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്. അതെല്ലാം ഇങ്ങനെ നടാൻ കിടക്കുക. അപ്പം അതൊക്കെ വഴിയെ നട്ടു തുടങ്ങാം. ഞാൻ വെള്ളം ഒഴിക്കട്ടെ അച്ഛാ? ചെയ്തോ, പോയിക്കോ. ഇപ്പൊ നമ്മള് വെച്ച ചെടിയൊക്കെ വാടി തുടങ്ങി. അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക. എന്താ പറയണേ, അതിൻ്റെ ആ തുളയ്ക്കകത്തൂടെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ പയ്യെ ആ പടതയുടെ മുകളിൽ കൂടെ ആ വെള്ളം അങ്ങ് ഇറങ്ങിപ്പോക്കോളും. Diva, what is that? What plant is that? There is a plant, Daddy. പറഞ്ഞേ. Tomato. What's the color of tomato? Green tomato. Green tomato ആണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റെഡ് വരുന്നത്. Red, it's red. Yes, good girl. Okra, നമ്മുടെ ലേഡീസ് ഫിംഗർ. വെണ്ടയ്ക്ക ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക വളരണം. വെണ്ടയ്ക്കയുടെ നിപ്പ് കണ്ടാലേ മനുഷ്യന് സങ്കടം വരും. അപ്പൊ ഇതാണ് സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ്. ഇത് പെല്ലറ്റ്സ് ആണ് കേട്ടോ. ഇത് ഗ്രീൻ കളർ കണ്ടോ, പെല്ലറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്നെയിൽസിനെയൊക്കെ ഇത് കൊന്ന് മനസ്സിലാവും. ശല്യം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്ലാന്റിന്റെ ഇലകൾ മുഴുവൻ തിന്ന് തരിപ്പണമാകും. ഇറ്റ്സ് എ സ്നെയിൽ. ഓക്കെ, സോ അപ്പൊ പിള്ളേരെയൊക്കെ ശ്രദ്ധിച്ചോണം. അവര് വന്ന് ഇതൊന്നും എടുത്ത് തിന്നാതിരിക്കാൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഗാർഡൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. അപ്പൊ ഞങ്ങളുടെ ബീൻസും പിടിപ്പയറും പിന്നെ വെണ്ടയ്ക്കയും പിന്നെ ടൊമാറ്റോ ഒക്കെ ആള് വെച്ച് കഴിഞ്ഞു. ഇനിയും കുറെ സീഡ്ലിങ്സ് വളരാനും ഉണ്ട്, വളർന്നതും ഉണ്ട്, വെക്കാനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാരും വീഡിയോസ് ഒക്കെ കണ്ട് ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്യാത്തവര് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അപ്പൊ കമന്റ് ചെയ്യാത്തവര് കമന്റും ചെയ്യുക. ഓക്കെ, അപ്പൊ ഞങ്ങള് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.